Hello, this is Sonu Ben with my little Benny. She is my Plumpachi. പ്ലംപാച്ചിയാണോ? ആണോ? വീഡിയോ നോക്ക്. ഓക്കെ, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് മുതൽ ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇട്ടോളാമെന്ന് അല്ലേ? അപ്പോൾ ഞങ്ങൾ ഇന്ന് മുതൽ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പതിവ് പോലെ തന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആസ് യൂഷ്വൽ ഇതാ കട്ടൻ ചായയുടെ നിറം കണ്ടോ, വളരെ ലൈറ്റാണ്. അപ്പോൾ ഞാനിത് 400 ml കപ്പാണ്. ഇതിനകത്ത് ഇത്രയും തന്നെ കുടിക്കാറുണ്ട്. കാരണം വാട്ടർ ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അത് ഡയറ്റ് ചെയ്യുമ്പോഴല്ല, നമ്മൾ ഓവറോൾ വെൽബീയിങ്ങിന് നമ്മൾ ഹൈഡ്രേറ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ വാട്ടർ കൺസ്യൂം ചെയ്യണം. ആ വാട്ടർ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഈസി മെത്തേഡാണ് ചെറുതായിട്ടൊന്ന് നിറം മാറ്റുക. രാവിലെ പച്ചവെള്ളം കുടിക്കാൻ എനിക്ക് ഇച്ചിരി മടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അയ്യോ, കഥ കടഞ്ഞത് ഞാൻ പേടിച്ചു പോയി. അയ്യോ, അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ അപ്ഡേറ്റ് ചെയ്തു. ഇതുവരെ ഞാൻ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന്. സോ കഴിക്കുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ബൈ പറ ബനി. ബൈ, ടാറ്റാ ടാറ്റാ ടാറ്റാ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു ബനാന സ്മൂത്തി ഉണ്ടാക്കാം. ബനാനയും ആൽമണ്ട് മിൽക്കും മാത്രം ഉപയോഗിച്ചിട്ടൊരു ലോ കാലറി സ്മൂത്തി ഉണ്ടാക്കാമെന്ന്. പിന്നീട് ഞാൻ തിങ്ക് ചെയ്തപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവി ആയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രോട്ടീൻ ഒന്നും ഇല്ല ഈ സ്മൂത്തിക്കകത്ത്. അപ്പം എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. കുറച്ചും കൂടെ ഹെവി ആയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിശന്ന് കഴിയുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും തിന്നും. അങ്ങനെ നമ്മുടെ കാലറി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. സോ ഇവിടെ ഇങ്ങനെ ക്യാമൽ ഡേറ്റ്സ് പാക്കറ്റിനകത്ത് കിട്ടും. അപ്പം ആ ഡേറ്റ്സ് സീഡ്ലെസ് ആണ്, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് ഹസ്ബൻഡിനും കൂടെ ഞാൻ 2 each എടുത്ത് ഒരു 4 ഉപയോഗിക്കും. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നട്ട്സും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് പൈൻ നട്ട്സ് ഉണ്ട്, വാൾനട്ട് ഉണ്ട്, പിന്നെ എന്തുവാ പംകിൻ സീഡുണ്ട്. അങ്ങനെ എന്തൊക്കെയോ കുഞ്ഞു സീഡ്സ് ഉണ്ട്. അത് ഇങ്ങനെ മിക്സഡ് സീഡ്സ് ആയിട്ട് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടൊരു സ്മൂത്തി ഉണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇനി ഹൗസ് സ്മൂത്തി ഉണ്ടാക്കിയതിന് ശേഷം കാണാം. അങ്ങനെ ഇതാ നമ്മുടെ സ്മൂത്തി റെഡിയായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ബനാനയുണ്ട്, അൺസ്വീറ്റഡ് ആൽമണ്ട് മിൽക്ക് ഉണ്ട്, പ്ലസ് കുറച്ച് പൈൻ നട്ട്സ്, ഡേറ്റ്സ്, പംകിൻ സീഡ്, അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം സഫിഷ്യൻ്റ് ആണ് നമുക്ക് ഹങ്കറിനെ കില്ല് ചെയ്യാനായിട്ട്. ഇനി ലഞ്ചിൻ്റെ സമയത്ത് കാണാം. അങ്ങനെ ഇന്നത്തെ ലഞ്ചിൻ്റെ സമയമായിട്ടുണ്ട്. ഇന്ന് ലഞ്ചിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കിനോവ കിച്ചടിയാണ്. അതായത് കിനോവ ഒരു കഞ്ഞി പോലെ. അതിനകത്ത് ഞാൻ ദാലും കിനോവയും കൂടെ കുക്കറിൽ 1-2 വിസിൽ അടുപ്പിച്ചു. അതിനകത്ത് ഞാൻ ആകെ ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് ജീരകവും സോൾട്ടും മാത്രമാണ്, വേറെ ഓയിലോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഫിഷ് പിക്കിൾ എടുത്തിട്ടുണ്ട്. ഫിഷ് പിക്കിൾ ഞാൻ എടുത്തത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇച്ചിരി എരിവിന് വേണ്ടിയിട്ട് ഒരു ടച്ചിങ്സ് എന്നുള്ള രീതിയിൽ എടുത്തിരിക്കുന്നതാണ്. കാരണം നമ്മൾ കംപ്ലീറ്റ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിക്കിളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് എരിവൊക്കെ അവോയ്ഡ് ചെയ്ത് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മൈൻഡ്ഫുള്ളായിട്ടുള്ള ഈറ്റിംഗ് നടത്തുക. അപ്പം എന്താ പറയുക, ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലേക്ക് പിക്കിൾ എടുത്തുകൊണ്ട് തെറ്റില്ല. സോ ഞാൻ ഇനി എന്ത് കഴിച്ചു എന്നുള്ളത് പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡിന്നറിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട്. ഡിന്നറിൻ്റെ സമയമായപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കൊച്ചിന് വേണ്ടിയിട്ട് റാഗി ഞാൻ കുറുക്കിയായിരുന്നു. റാഗിക്കകത്ത് പ്രത്യേകിച്ചും ഒന്നുമില്ല, ഷുഗറൊന്നും ആഡ് ചെയ്യാതെയാണ് ഞാൻ കുറുക്കിയത്. എന്നിട്ട് ഞാൻ അവൾക്ക് ഹാഫ് കൊടുത്തിട്ട് ഞാൻ പിന്നെ അതിനകത്തേക്ക് ഒരു ആപ്പിളും കൂടെ മിക്സ് ചെയ്തൊരു സ്മൂത്തി അടിക്കാൻ പോവാണ്. മിൽക്കൊന്നും ആഡ് ചെയ്യുന്നില്ല. റാഗി എന്താ പറയുക, റാഗി ആപ്പിൾ സ്മൂത്തി.
ഇതാ അങ്ങനെ സ്മൂത്തി അടിച്ചു കഴിഞ്ഞു. റാഗി, ആപ്പിൾ പ്ലസ് ഞാൻ ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മേപ്പിൾ സിറപ്പും കൂടെ ആഡ് ചെയ്തു, ആ ഒരു സ്വീറ്റ്നെസ് പോരാഞ്ഞിട്ട്. കാരണം അത് മിൽക്ക് ആഡ് ചെയ്യാത്ത കാരണം ഒരു ടേസ്റ്റിന് ഒരു ഇച്ചിരി കുറവുള്ളത് കൊണ്ട് ഒരു ഇച്ചിരി മധുരം വേണമെന്ന് തോന്നിയപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തേക്ക് കൊച്ചിൻ്റെ മേപ്പിൾ സിറപ്പും കൂടെ ആഡ് ചെയ്തു. അപ്പം നമ്മുടെ ഇന്നത്തെ ഡിന്നറിൻ്റെ പരിപാടിയും കഴിഞ്ഞു. പിന്നെ ഞാൻ ഇടയിൽ ഒരു ബനാന കഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു പിടി കാഷ്യൂനട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം വീഡിയോ എടുക്കാൻ വേണ്ടി ഇടയ്ക്ക് ഓടിപ്പോയി ഒരെണ്ണം എടുത്ത് കഴിക്കുക. പിന്നെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് ചായ കുടിച്ചപ്പോഴത്തേക്ക് കുറച്ച് നട്ട്സ് കഴിച്ചു. അപ്പം ഞാൻ ആ കൂട്ടത്തിൽ നിന്ന് ഞാനും കുറച്ച് നട്ട്സ് കഴിച്ചു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെ നോർമൽ മനുഷ്യർ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെ എല്ലാ കാര്യവും നമുക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞതാണ്, ഞാൻ എന്ത് ചെയ്തു എന്ന് നിങ്ങളോട് പറയണമല്ലോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള നേരമായിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് എൻ്റെ ഇന്നത്തെ ദിവസം പോയത്. എനിക്ക് നല്ല സുഖമായിട്ടില്ല, പക്ഷെ എനിക്കങ്ങനെ വർക്ക് ലോഡൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ഡേ ആയിരുന്നു. അപ്പം എനിക്കൊരു സിമ്പിൾ ഈറ്റിംഗ് മെത്തേഡൊക്കെ ഫോളോ ചെയ്യാൻ പറ്റി. ഞാൻ അതെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഫുഡൊക്കെയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ബെനി ബേബി വഴക്കുണ്ടാക്കുകയാണ്. ഓക്കെ, സൈനിങ് ഓഫ് സോനു ബെൻ. ചച്ചു.